ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ 2-3 ദിവസമായിട്ട് കാണാതിരുന്നത് പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നേരത്തെ എടുത്ത ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പനിയായിട്ട് പുതിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നിപ്പോ പനിക്ക് ഇത്തിരി ഭേദമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ദേ ഈ ചുരിദാർ അങ്ങ് തയ്ക്കാന്ന് വിചാരിച്ചു. കുറെ ദിവസമായല്ലോ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ ബോഡി മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇത് കട്ട് ചെയ്യുന്ന വിധമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ എല്ലാവരോടും ആദ്യമായിട്ട് ഒരു കാര്യം പറയട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ചുരിദാർ ഒന്ന് തയ്ക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ നെക്ക്, ബാക്ക് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബോഡി മെഷർമെന്റ് എടുത്തിട്ട് എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ് എന്നും ചുരിദാർ കട്ട് ചെയ്യേണ്ട രീതി എന്നും. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് കാണിക്കാം. വായോ. അപ്പൊ ഞാന് സ്റ്റിഫിലാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ സ്റ്റിഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാനിപ്പോ ഒരു കഷ്ണം സ്റ്റിഫ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലാണ് നമ്മള് ഫ്രണ്ട് നെക്ക് കട്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ചുരിദാറിന്റെ പലാസോ പാന്റ് നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാനില്ലേ ഈ സ്റ്റിഫ് ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. സ്റ്റിഫ് ഇങ്ങനെ എടുത്തിട്ട് നീളത്തിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്, അതൊന്ന് ലെവൽ ചെയ്ത് എടുത്തതാണ്. ഇനി നമ്മൾ ഇതിലാണ് കേട്ടോ നെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ നെക്ക് അകലം 3.5 എടുക്കുവാണേ. കേട്ടോ, 3.5 എടുക്കാൻ പറ്റേ. ഞാൻ ബാക്ക് നെക്ക് അകലം എത്രയാ കൊടുത്തേക്കണതെന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. 3.75 കേട്ടോ. ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ 3.75. അപ്പൊ 3.5 അല്ല, 3.75 തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതില് സാധാ റൗണ്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു 6 ഇഞ്ച് താഴേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിലൊരു സ്ക്വയർ ഇങ്ങനെ വരക്കുവാണേ. എന്നിട്ട് ഇതിലിങ്ങനെ ഒരു റൗണ്ട് നെക്ക് ചെയ്യുവാണ് കേട്ടോ. കണ്ടോ, ഇനി നമ്മള് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ചും കൂടി എടുക്കുവാണേ. അതായത് മേലിന്ന് താഴേക്ക് ഞാനൊരു 12 എടുക്കുവാണ് കേട്ടോ. 12 സൈഡില്, അതായത് ഇത് 3.75 എന്ന് പറയുമ്പോ ഇങ്ങോട്ടാക്കിയപ്പോ 4.75. അപ്പൊ ഈ 4.75 വീതി ഈ 12ന്റെ ഇവിടെ നമ്മൾ കൊടുക്കുവാണേ. ഇത് ഞാൻ വരച്ച് കഴിയുമ്പോ നിങ്ങക്ക് മനസ്സിലാവും കേട്ടോ സംഭവം എന്താണെന്ന്. അതായത് ഇങ്ങനെ ഇത്രയും ഭാഗം നമുക്ക് വേണം, ഈ ഭാഗമൊക്കെ വേണം. അതിൽ നമ്മൾ റൗണ്ട് നെക്ക് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഇത്രയും ഭാഗമാണ് നമ്മൾ അതിലേക്ക് യോക്ക് പോർഷൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലെ റൗണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ലെവൽ ചെയ്ത ഭാഗം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഒരു ബാൻഡ് പീസ് വെക്കണം നമ്മള്, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. സംഭവം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ കിട്ടും. അപ്പൊ ഇത് കണ്ടോ, ഇത് യോക്ക് പോർഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ ആ ചുരിദാറിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പൊ
അപ്പൊ ഇതിനാവശ്യമായ തുണി നമ്മുടെ ബോട്ടം പീസിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതടക്കമാണ് നമ്മൾ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഇത്രയും കണ്ടോ, ഇത്രയും വേണം. അപ്പൊ നീളം അവിടെ ഇത്തിരി കുറവാണ്. അപ്പൊ ഞാനിവിടെ 12 ടോട്ടൽ ലെങ്ത് എടുത്തല്ലോ, അതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് കുറക്കുവാണ് കേട്ടോ. കുറച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടുമോ എനിക്ക്. തുണി ഉള്ളത് വെച്ചിട്ടല്ലേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജോയിന്റ് പീസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ഇത്ര ആവുമ്പോ കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് പോകും കണ്ടോ. ഇത് ഞാൻ ഇത്രയും തുണി കട്ട് ചെയ്ത് എടുക്കുവാണേ. ഇനി ഇത് ഒന്ന് നമുക്ക് തയ്ച്ച് ഒന്ന് വെക്കാവേ. ശരിക്കും ഇത് കണ്ട, ഇത് മിനുസപ്പെട്ട ഭാഗമാണ്. ഇതിങ്ങനെ വെച്ച് അയൺ ചെയ്ത് എടുക്കാം. അയൺ ചെയ്ത് എടുക്കേണ്ടവർക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോ അയൺ ചെയ്യുന്നില്ല, ഞാനിപ്പോ ഇത് തയ്ച്ച് വെക്കാൻ പോവുകയാണേ. അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് തയ്ക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഈ ബാൻഡ് പീസ് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. തേച്ചിട്ട് തയ്ക്കുന്നതാണ് കേട്ടോ നല്ലത്. എനിക്കിപ്പോ തേക്കാൻ കുറച്ച് അസൗകര്യം ഉണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മള് ഈ റൗണ്ട് ഒന്ന് തയ്ച്ചെടുക്കാൻ പോവാണേ. അപ്പൊ ഇതേ റൗണ്ട് ഭാഗവും അവിടെ ഒന്ന് തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് ഈ ഇത്രയും സ്ക്വയർ പീസില്ലേ, ഇത് അതിലേക്കൊന്ന് തയ്ച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അതിങ്ങനെ മടക്കിയിട്ട് ഈ അരികു കൊണ്ട് അങ്ങോട്ട് തയ്ക്കാം കേട്ടോ. ഈ തുണി ഇങ്ങനെ മടക്കിയിട്ട് ഈ അരികു കൊണ്ട് അങ്ങോട്ട് നമുക്ക് തയ്ച്ചു പോവാവേ. എന്നിട്ട് ഈ നെക്കിന്റെ ഇവിടേക്ക് ഒന്ന് ലെവൽ ചെയ്ത പാൻ പീസിന്റെ ഇപ്പുറത്തുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. കണ്ടോ, അപ്പൊ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഒരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമ്മള് കറക്റ്റ് ആയിട്ടൊന്ന് സെന്റർ ഒന്ന് മാർക്ക് ചെയ്യണേ. തുറന്നു ഇപ്പൊ സെന്റർ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തണ്ട. ഇതാണ് ഇതിന്റെ സെന്റർ കണ്ടോ. അപ്പൊ ഇത്രയും നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അകം വശമാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കണ്ട, ഇത് അകത്ത് പോകുമല്ലോ. അപ്പൊ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പീസാണ് നമ്മൾ അതിലേക്ക് വെക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. നമുക്ക് യോക്ക് പീസൊക്കെ ചെയ്യൂലേ, അങ്ങനെ തയ്ച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ ഇതാണ് ഫ്രണ്ട് വശം. ഇത് നമ്മള് അകം വശം എടുത്തു വെക്കണം കേട്ടോ. ഇത് നല്ല വശമല്ല, ചീത്ത വശമാണ്. ചീത്ത വശം തുറന്നിടുക. അതിലേക്ക് നമ്മള് ഈ യോക്ക് പോർഷൻ, അപ്പൊ ഇതിന്റെ ഇവിടെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇതിങ്ങനെ വെക്കുക. കാണുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇതിന്റെ ഉണ്ടല്ലോ, ഈ ടോപ്പിന്റെ മടക്ക് നമുക്ക് കാണാം. ഇവിടെ കണ്ട സെന്റർ കാണാം. ആ സെന്ററിലേക്ക് ഈ സെന്ററും കൂടി വരണം കേട്ടോ. എന്നാലേ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് വരുവുള്ളൂ. കണ്ടോ,
ഇനി ഇത് നമ്മള് ഇതിലിങ്ങനെ റൗണ്ട് നെക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാൻഡ് അടിക്കണ്ട കേട്ടോ, ബാൻഡ് അടിച്ചാൽ നമുക്ക് അപ്പുറത്തേക്ക് മറിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിലിങ്ങനെ റൗണ്ട് നെക്ക് ചെയ്തെടുക്കണേ. ഇത്തിരി ശ്രദ്ധിച്ചടിക്കണം കേട്ടോ, ക്ഷമയോടെ, കാരണം ലെവലൊന്നും തെറ്റിപ്പോരുത്. അപ്പൊ ഇതിങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ ഭാഗം കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കളയുമ്പോൾ തൊട്ട് പറ്റി വെച്ച് കട്ട് ചെയ്യരുത്, നമുക്ക് തയ്യൽ തുമ്പ് ഇടാനുള്ള ഗ്യാപ്പ് വേണേ. എല്ലാവർക്കും ഇങ്ങനെ ഈ പോർഷനൊക്കെ വെച്ച് ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കൂലേ, അപ്പൊ അതിനുള്ള എളുപ്പവഴിയാണ് കേട്ടോ ഇതൊക്കെ. അല്ലാതെ നമ്മള് നെക്ക് തയ്ച്ച് വേറൊരു തുണിയിലൊക്കെ ചെയ്തിട്ട് അതിലോട്ട് അതൊക്കെ ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും. എന്നിട്ട് ഇതിന്റെ അകംഭാഗമൊക്കെ നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇനി ചെയ്യുന്നത്, ഇതിന്റെ ഇപ്പൊ ചീത്ത വശത്താണല്ലോ നമ്മളിത് അടിച്ചു വെച്ചേക്കുന്നത്, ഇതിങ്ങനെ നല്ല വശത്തേക്ക് നമ്മള് മറിച്ചെടുക്കണേ. ഇങ്ങനെ കണ്ടോ, നല്ല വശത്തേക്ക് നമ്മൾ ഇതിങ്ങനെ മറിച്ചെടുക്കും. ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് വെച്ച് അയൺ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ പുറം വശത്ത് അടിച്ചു കൊടുക്കണമെന്നില്ല, നന്നായിട്ട് ഇങ്ങനെ വെച്ചൊന്ന് അയൺ ചെയ്ത് എടുത്താൽ മതി. അപ്പൊ അതവിടെ ഇരുന്നോളും. ഇനി അടിക്കണമെന്നുള്ളവർക്ക് ഒരു ചെറിയ അടിപ്പ് കൊടുക്കാം. ഇപ്പൊ ഞാൻ അയൺ ചെയ്യാത്തതുകൊണ്ടേ കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുവാണ്, അപ്പൊ ഞാൻ ഇനി അവരെ മാറ്റണ്ടേ. അതുകൊണ്ട് ഞാനിപ്പോ ഒന്ന് അടിച്ചെടുക്കുവാണേ, ഇവിടെ ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടിയേ. കണ്ടോ, അപ്പൊ അതവിടെ അമർന്നിരുന്നിട്ടുണ്ട്. അപ്പൊ ദേ ഇനി നമ്മള് ഈ ഭാഗം ഒന്ന് പതിച്ചടിക്കണം. അപ്പൊ നമ്മള് പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ പൈപ്പിംഗ് പീസ് എടുത്ത് ഇതിന്റെ അരികിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണെങ്കിൽ ഇത്രയും കൂടി ഭംഗിയായിരിക്കും. അത് ഞാൻ അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇപ്പൊ ഞാൻ പൈപ്പിംഗ് ഒന്നും അടിച്ചെടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ നമ്മള് തയ്ച്ചു കൊടുക്കുവാണേ. ഇതും ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഈ ഷേപ്പ് നമുക്ക് ഇപ്പൊ ഇവിടെ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, വിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു യോക്ക് പോലെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വശവും ഈക്വൽ ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ വശങ്ങളൊക്കെ ഈക്വലായി തന്നെ നമുക്ക് കിട്ടണം. അപ്പൊ അത് നമ്മൾ സ്റ്റിഫിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ വെക്കുമ്പോ സെന്റർ ആയിട്ടൊക്കെ വെക്കണം. അപ്പൊ നമുക്ക് ഇതുപോലെ ഈക്വൽ ആയിട്ടൊക്കെ കിട്ടും. പിന്നെ പൈപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ സെന്ററിൽ നമുക്ക് എന്തെങ്കിലും ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പൊ ഇതിങ്ങനെ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് പോർഷൻ ഒന്ന് തയ്ച്ചെടുക്കാവേ. അപ്പൊ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണമല്ലോ, അത് ഞാൻ രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കുവാണേ. ക്രോസ് പീസ് വെച്ച് ചെറിയ നെക്കല്ലേ, അധികം ഇറക്കിയിട്ടൊന്നുമില്ല. അപ്പൊ ക്രോസ് പീസ് വെച്ച് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഇതാണ് അതിന്റെ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ അടിച്ചു വെച്ച ഈ ക്രോസ് പീസ് കണ്ട എത്തും. ഇത് ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് ഇതിന്റെ അകംവശം നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ ബ്ലൗസിനൊക്കെ വെക്കൂലേ ഇങ്ങനെ, അതുപോലെ ക്രോസ് പീസ് കണ്ട ഇങ്ങനെ മടക്കി അടിക്കും. ഇനി നമ്മൾ ഇപ്പൊ 2 നെക്കും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ നല്ല വശം ചേർത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഈ ക്രോസ് പീസിന്റെ ഇത് ഇപ്പുറത്തേക്ക് തള്ളിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നത്. കാരണം ഇത് അവസാനം നമുക്ക് എടുത്ത് ഹെം ചെയ്യേണ്ടത്, തയ്ച്ചു വെക്കേണ്ടതാണ്. കാണിച്ചു തരാം. നോക്കണേ, ഇത് കണ്ടോ ക്രോസ് പീസിന്റെ ഇത് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇത് ഇവിടെ വരെ വെക്കുന്നുള്ളേ. അതുപോലെ തന്നെ ഇപ്പുറത്തും ഒരടിപ്പും കൂടി അടിക്കണം കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ മറിച്ചെടുക്കും. ഇനി നമ്മള് ഇത് ഇവിടെ ഹെം ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഇത് നമ്മൾ സ്റ്റിഫ് ഒന്നും വെച്ചല്ലോ അടിച്ചത്, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ തയ്ച്ചു വെക്കാൻ പോവാണ് ഇവിടെ. എന്നുവെച്ചാൽ ഹൈനെക്ക് ആയിട്ടല്ലേ, അപ്പൊ നമുക്ക് ഒത്തിരി ഇറങ്ങിയൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ തയ്ച്ചു വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ബാക്കിലങ്ങ് ഹെയർ കവർ ചെയ്ത് പോകുമല്ലോ ആ ഭാഗം. ഇവിടെ അങ്ങ് മടക്കി അടിച്ചു കൊടുക്കുവാണേ. അപ്പൊ അത് നെക്കൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ സ്ലീവിന്റെ ഇവിടെ വേണമെങ്കിൽ ആ പീസ് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു ഭംഗിയായിട്ട് കിട്ടുമല്ലോ. ഇത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിന്റെ അകം വശത്തേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കണേ. ചീത്ത വശത്തേക്കാണ് കേട്ടോ ഇത് വെച്ചു കൊടുക്കേണ്ടത്. അതുപോലെ ഈ സ്ലീവിന്റെ
ചീത്ത വശത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കും ഇവിടെ. ഇതിങ്ങനെ വരും. അധികമായിട്ടുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാട്ടോ. ഇതിങ്ങനെ അവസാനം കട്ട് ചെയ്യാന്ന് വിചാരിച്ചത് നമുക്ക് ഇവിടെ ലെവൽ ഇത്തിരി വ്യത്യാസം വരുമല്ലോ, അത് കറക്റ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. കണ്ടോ? അപ്പൊ ഇവിടെ തേരുവശമാണ്. ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചാൽ ഇത്തിരി കൂടി ഭംഗിയായിരിക്കുവേ. നമ്മൾ പൈപ്പിംഗ് ഒക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗും കൂടി ഈ സൈഡിലും കൂടി ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നെക്കിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിലും അങ്ങനെ പൈപ്പിംഗ് ഈ അരികിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാവേ. അത് ഞാൻ അടുത്തൊരെണ്ണം ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന്. കയ്യിൽ അതിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ട? അതുപോലെ തന്നെ ഈ സ്ലീവിലും നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കാൻ പോവാണേ. അപ്പൊ ഇപ്പൊ രണ്ട് കൈയും നമ്മള് ബോട്ടം പീസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാനിത് നല്ല വശവും കൂടി ഒന്ന് ചേർത്തിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് ഫ്രണ്ട് പോർഷൻ കുഴിച്ചു വെട്ടാനാണ്. ഞാനിതിങ്ങനെ ചേർത്തിട്ടിട്ട് ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് ഇതിന്റെ നല്ല വശം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് ഫ്രണ്ട് കുഴിഞ്ഞിരിക്കുന്ന കൈ എടുത്തിട്ട് ഇവിടെ വരണം, ഈ ഫ്രണ്ട് ഭാഗത്ത് വരണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ തയ്ക്കാൻ അറിയാത്തവരൊക്കെ കാണുമ്പോഴേ അവർക്കൊന്ന് പഠിക്കാൻ. എന്നിട്ട് നമ്മള് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ.
അതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണേ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവ് തൊട്ട് സ്ലിപ്പ് പോർഷൻ വരെ നമ്മളങ്ങ് ഇത് 1 ഇഞ്ച് തയ്യൽ തുമ്പില് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് സൈഡ് രണ്ടും. അപ്പൊ അതങ്ങ് ജോയിന്റ് ചെയ്ത് കൂട്ടി കൊടുക്കാൻ പോവാണ് കേട്ടോ. സ്ലിപ്പ് പോർഷൻ വരെ അടിച്ചു കൊടുക്കണേ. അങ്ങനെ ആദ്യമായിട്ടൊക്കെ തയ്ക്കണവര് ട്രേസർ വീലർ വെച്ച് മാർക്ക് ചെയ്തിട്ടൊക്കെ വേണം കേട്ടോ ഇങ്ങനെയൊക്കെ തയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് മാർക്ക് ചെയ്യണേ. ഇതിപ്പോ ഞാൻ 1 ഇഞ്ച് വെച്ചിട്ട് എടുത്തേക്കണോണ്ടിട്ട് ആ 1 ഇഞ്ച് വെച്ചിട്ട് തയ്ച്ചു പോവുകയാണ്. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ തിരിച്ച് വീണ്ടും ഡബിൾ സ്റ്റിച്ച് ഈ അറ്റത്തേക്ക് കൊടുക്കുവാണ്. അപ്പോഴാണ് ഓർത്തത് നമ്മള് ടക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടക്ക് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പൊ മാർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് ഇനി എളുപ്പമാണ് നമുക്ക് ഇതിങ്ങനെ എടുത്തിട്ട് വേഗം ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ. മാർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഈ സമയത്ത് അങ്ങ് മാർക്ക് ചെയ്ത് ടക്ക് അടിക്കാം കേട്ടോ. ഇപ്പുറത്തെ ടക്ക് കൊടുക്കുക. ടക്ക് അടിച്ചു. ഇനി നമുക്ക് സ്ലിറ്റ് വേഗം ഒന്ന് അടിച്ചെടുക്കാവേ. സ്ലിറ്റ് അടിക്കാനായിട്ട് ഇങ്ങനെ തുറന്നിട്ടിട്ട് നമ്മളിതേ ഇങ്ങനെ ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് മടക്കുക.
ഈ മടക്ക് അധികം വീതിയിലൊന്നും എടുക്കരുത് കേട്ടോ. അധികം വീതിയിൽ എടുക്കുമ്പോഴാണ് വളഞ്ഞു പോകുന്നത്. മാക്സിമം ഒരു 1/2 ഇഞ്ച് വീതി മതിയേ. നേരെ ഇങ്ങനെ തിരിച്ചു വെക്കുക. സൂചി കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞു. അടുത്ത സൈഡും കൂടി അടിക്കുക കേട്ടോ. ഇനി 2 സ്ലിറ്റും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വശവും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി എടുത്തിട്ട് അടിക്കുവാണേ. അപ്പോൾ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്കൊക്കെ ബാക്കിലൊക്കെ അടിച്ചു കൊടുത്തോണ്ട്, ബാക്ക് മാത്രമേ ഇതിൽ നെക്ക് അടിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ തുന്നേണ്ടതാണെങ്കിൽ തുന്നാനുണ്ടായിരുന്നുള്ളൂ. ഫ്രണ്ട് നമ്മളിങ്ങനെ യോക്ക് ഇങ്ങനെ മറിച്ചെടുത്തതല്ലേ, അതുകൊണ്ട് അടിക്കാനൊന്നുമില്ല. അപ്പൊ കണ്ടോ, ഫ്രണ്ടിൽ അകംവശമൊക്കെ ദേ ഇങ്ങനെ വന്നേക്കുന്നത്, നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നും ചെയ്യാനില്ല. തയ്ച്ചു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പൊ യോക്കൊക്കെ വെച്ച് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ പെട്ടെന്നൊരു കോഡ് സെറ്റ് ഇങ്ങനെ എല്ലാവരും ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നമുക്കിങ്ങനെ പൈപ്പിംഗ് ഒക്കെ വെക്കുവാണെങ്കിൽ ഈ എഡ്ജിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇത്രയും കൂടി ഭംഗിയായിട്ടൊക്കെ കിട്ടും. അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം, എങ്ങനെയാ പൈപ്പിംഗ് വെക്കുന്നതെന്ന്. പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് എളുപ്പത്തിൽ പൈപ്പിംഗ് അടിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്കത് 1 സൈഡ് പ്രസർ ഫൂട്ടറൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കാണിച്ചിട്ട് നമുക്ക് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് ഇനി ഒരെണ്ണം ചെയ്തെടുക്കാവേ. അപ്പോ ശരി, എന്നാലേ ഇത് എങ്ങനെയാന്നൊന്ന് ഇട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഹലോ, അപ്പതേ ഞാൻ തയ്ച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തയ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ഇട്ടിട്ടുണ്ട്. അപ്പതേ യോക്കൊക്കെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം കേട്ടോ. ഇവിടെ സ്ക്വയറോ വിയോ എങ്ങനെ വേണമെങ്കിലും ആക്കാം. അപ്പൊ ഞാനിപ്പോ സ്ക്വയറാണ് എടുത്തത്. കണ്ട, ബോട്ടം പീസിന്റെ ഇതാണ് ഇവിടെ വെക്കുന്നത് കേട്ടോ. പാന്റ് കാണുന്നില്ലല്ലേ. പാന്റ് ഇതാണ്, ചെറിയൊരു, വലുതായിട്ടില്ല കേട്ടോ, ചെറിയൊരു പലാസോ. ലൂസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കാം. ഞാനിപ്പോ ഇത്ര ലൂസാണ് കൊടുത്തത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. യോക്കൊക്കെ വെച്ച് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നമ്മൾ എടുത്തിട്ട് അപ്പുറത്തേക്കൊന്ന് അകത്ത് ചടിച്ചിട്ട് പുറത്തേക്ക് തിരിച്ചെടുത്ത് വെച്ചാൽ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടും. സ്റ്റിഫിലൊക്കെ ആവുമ്പോ ഇത്രയും കൂടി ഭംഗിയായിട്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ബട്ടണൊക്കെ വെക്കണോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നുകൂടി ഡിസൈൻ ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടെ പൈപ്പിംഗ് കൊടുത്താൽ ഇത്രയും കൂടിയൊക്കെ ഭംഗിയാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോ ശരി എന്നാ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. ശരി എന്നാലേ.